ഹലോ ഗെയ്സ്, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് കർണാടക റൈസ്, സോന മസൂരി എന്ന് പറഞ്ഞ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ റൈസ് കൊണ്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാറ്. കേരള റൈസ് കൊണ്ട് ഇത് അത്രയും നന്നാവില്ല കേട്ടോ. ഒന്നില്ലെങ്കിൽ ബസുമതി റൈസ്, അല്ലെങ്കിൽ സോന മസൂരി, അല്ലെങ്കിൽ ജീരകശാല റൈസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ റൈസ് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാം. ഇത് കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതിയാവും. 2 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ക്യാരറ്റ്, ബീൻസൊക്കെ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം പച്ചക്കറി എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ 2 തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഫ്രഷ് ആയിട്ടുള്ള എടുത്തിട്ടുണ്ട്. പിന്നെ നൈസായിട്ട് അരിഞ്ഞ 2 സവാള അതിലേക്ക് ഇങ്ങനെ ആവശ്യമുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്തതാണ്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ജാതിക്കുരുവിൻ്റെ കഷ്ണം കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, ഉണക്ക ജാതിക്കുരു ഇവിടെ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. അതിൽ നിന്നൊരു ചെറിയ കഷ്ണമാണ് പൊടിച്ച് ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നത്. നല്ലൊരു മണമാണ് കേട്ടോ ഇങ്ങനെ ചേർക്കുമ്പോൾ. മസാല കൂടി പോകാതെ നോക്കുക. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണാണ്. മുഴുവൻ കുരുമുളകും ഞാൻ ചേർക്കാറുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഉണ്ട്, മഞ്ഞൾപ്പൊടി കാണിച്ചല്ലോ നിങ്ങളെ, ആവശ്യാനുസരണം ചേർക്കണം. പിന്നെ വേണ്ടത് ലൈമാണ്. ഒരു അരമുറി ലൈം ഞാനിതിലേക്ക് ചേർക്കും. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില. പിന്നെ ഞാനൊരു ചോപ്പർ എടുത്തിട്ട് അതിലേക്ക് നേരത്തെ കാണിച്ച ആ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. എന്നാൽ നന്നായിട്ട് കുനുകുനാന്ന് നമുക്കൊന്ന് അതിൽ ക്രഷ് ചെയ്തെടുക്കണം. അത് മുഴുവനായിട്ട് ഇടുകയാണെങ്കിൽ എൻ്റെ മക്കൾ പച്ചക്കറിയൊന്നും കഴിക്കില്ല, അവർക്ക് വെജിറ്റബിളൊക്കെ എടുത്ത് കളയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് റൈസിനോട് ചേർന്ന് വെന്ത് വരുമ്പോൾ അതെടുത്ത് കളയാനൊന്നും കിട്ടില്ല, അത് കഴിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്കായാലും ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാ കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചേക്കാണ്. ഇനി മല്ലിയില ആവശ്യത്തിന് മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. പുതിനയില ഉണ്ടെങ്കിൽ അതും കുറച്ച് മാത്രം ചേർക്കാവുന്നതാണ് കേട്ടോ, ഞാൻ അപ്പോൾ ചേർത്തിട്ടില്ല. ഇനി അതിലോട്ട് നേരത്തെ കാണിച്ചു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചത്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ സവാളയുടെ പകുതി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചു. ഇനി ഒരു ചട്ടി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ സമയം നെയ്യ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പകുതി സൺഫ്ലവറും പകുതി നെയ്യും അങ്ങനെ കൂട്ടിയെടുക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല നെയ്യ്. ഇനി അത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള നൈസായിട്ട് അരിഞ്ഞത് പകുതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി സവാള നീക്കി വെച്ചു. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്ന് വെച്ച് അത് ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. സവാളയുടെ ആ പച്ചമണമൊക്കെ മാറി അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതിയാവും, ചെറുതായി ഒന്ന് വാടി വന്നാൽ മതിയാവും. അതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പൊടിയുപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇതപ്പോൾ സവാളയ്ക്ക് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഞാൻ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പച്ചക്കറികൾ ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത ഗ്രീൻ പീസ് വേവിച്ച് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. അല്ലെങ്കിൽ ഇനി ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് കിട്ടുന്നുണ്ടെങ്കിൽ, ആ പച്ച കളർ ഉണ്ടെങ്കിൽ അതും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കറിവേപ്പിലയൊക്കെ ചേർക്കുന്നത്. വളരെ രുചിയാണ്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ എളുപ്പമാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കളറ് കൂടുതൽ വേണമെങ്കിലും മഞ്ഞൾപ്പൊടി ഒരു അടവ് കൂട്ടിയിടാം. ഇവിടെ മക്കൾക്ക് അധികം മഞ്ഞ കളർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ കർണാടകയിൽ വാങ്ങുമ്പോൾ നല്ല കടുത്ത മഞ്ഞ കളറാണ് കിട്ടാറ്. അപ്പോൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ മല്ലി ഈ സമയം ചേർക്കാം. മുഴുവൻ മല്ലി കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു 5-8 മുഴുവൻ മല്ലിയുടെ മണി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെയൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് മുഴുവൻ മല്ലി കടിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് മല്ലിപ്പൊടി ഞാൻ ചേർത്തത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടുള്ള കുരുമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്, ആവശ്യത്തിന് മാത്രം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിക്കുരു അതെല്ലാം കൂടി പൊടിച്ചത് അതിലേക്ക് ചേർത്തു. മസാലയുടെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. മസാലകളുടെ പച്ചമണമൊക്കെ മാറി നല്ല മണം ആയി വരുമ്പോൾ
അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കുക. തക്കാളി നന്നായിട്ട് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അത് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. തക്കാളി ആ മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റാണ് മൂടി വെച്ചത്. അതിനുശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മുടെ തവി വെച്ച് നല്ലപോലെ ആ തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് ആ തക്കാളിയിലൊന്ന് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇത് ബിരിയാണി പോലെ തന്നെയാണ്. ബിരിയാണിയിൽ തക്കാളിയൊന്നും ഞാൻ ചേർക്കാറില്ല, പക്ഷേ ടൊമാറ്റോ റൈസിൽ നമ്മൾ തക്കാളി ചേർക്കുമല്ലോ. അപ്പോൾ അതാ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ടൊമാറ്റോയിൽ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് എടുക്കണം. ആ തക്കാളി മസാലയൊക്കെ ചേർത്ത് കൊണ്ടാണ് ആ മസാലയിൽ കിടന്ന് വേണം നമ്മുടെ റൈസൊക്കെ വേവാൻ. അപ്പോൾ അത് അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, സവാള ഇതിൻ്റെ എല്ലാം പേസ്റ്റ് ഇതാ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നല്ലപോലെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരാൻ വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് ആ മസാലയിലേക്ക് ഒന്നത് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുക്കുകയാണ് നല്ലപോലെ. ഇനി അതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. വേവിക്കണമെന്ന് പറഞ്ഞാൽ വേകാനൊന്നുമല്ല, അതിൻ്റെ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറി കിട്ടാൻ വേണ്ടി മാത്രം 1 മിനിറ്റ് മാത്രം നമുക്കൊന്ന് അടച്ചു വെച്ച് അതൊന്ന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ ഇതാ തുറന്നു. ഇനി വേണ്ടത് ആവശ്യാനുസരണം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. വെള്ളത്തിന് ഇങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല. ബിരിയാണി റൈസൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നൊരു കണക്കുണ്ട്. പക്ഷേ സോന മസൂരി റൈസ് വെള്ളം ഒരുപാട് കുടിക്കും. അതുകൊണ്ട് വെള്ളം ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിയിട്ട് വേവിക്കും. പിന്നീട് വെള്ളം ആവശ്യം വരികയാണെങ്കിൽ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് ഇത്ര കണക്കെന്നൊന്നും പറയാൻ പറ്റില്ല. പല അരിക്കും പല വെള്ളത്തിന് പല അളവായിരിക്കും. അപ്പോൾ ഇവിടെ സോന മസൂരിക്ക് വെള്ളത്തിന് അളവ് ഇല്ല. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ വേവിക്കണം. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുത്തു. വീണ്ടും 1 ടീസ്പൂൺ കല്ലുപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 2 ടീസ്പൂൺ കല്ലുപ്പാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിനൊക്കെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് അളവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ കാണിച്ച ലൈം കണ്ടല്ലോ, അതിൻ്റെ പകുതി ലൈമിൻ്റെ ജ്യൂസ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അരി പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ട് ഇടാം. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ. കുറച്ച് നേരം മൂടി വയ്ക്കാം. അപ്പോൾ അത് ആ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ അരി അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ചേർത്ത് ഇളക്കണം. എല്ലാ മസാലകളിലേക്കും അരി ആയിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. കണ്ടോ, നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കുറച്ചും കൂടി അരി ബാക്കിയുണ്ടായിരുന്നു പാത്രത്തിൽ, കഴുകി വെച്ച അരി. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അത് നല്ല പോലെ അരി കണ്ടോ, ചെറിയ അരിയാണത്. നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ അരിയല്ല. ഇവിടെ ആളുകൾ ചോറ് ഉണ്ടാക്കുന്നത് ഈ അരി കൊണ്ടാണ്. ഏത് ഗീ റൈസ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനും എല്ലാം ഉണ്ടാക്കാനും പറ്റിയ റൈസാണ് സോന മസൂരി. അപ്പോൾ ഇതാ നോക്കിയപ്പോൾ അരി വെന്തിട്ടില്ല, വെള്ളം വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഞാൻ ചേർക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വെള്ളം കുടിക്കുന്ന അരിയാണ് സോന മസൂരി റൈസ്. അപ്പോൾ വെള്ളം ഇത്ര കണക്കുന്നില്ല, നമ്മൾ ആവശ്യത്തിന് കഴിയുന്നതനുസരിച്ച് അരി വേവുന്ന വരെ വെള്ളം ചേർത്ത് കൊടുത്ത് വേവിക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്തു. നമുക്ക് അരി പിടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ എത്രത്തോളം വേവുണ്ടെന്ന്. അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഞാനത് മൂടി വെച്ചൊന്ന് വേവിക്കുകയാണ്. അപ്പുറത്ത് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി, ഗ്രേവിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. മുട്ട റോസ്റ്റ് പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാനത് കാണിച്ചിട്ടില്ല. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 5 മുട്ടയാണ് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഞാൻ മുട്ട അതിലേക്ക് ഓരോന്നിട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാല പിടിച്ചാൽ മതിയാവും മുട്ടയിലേക്ക്. ബാക്കി ഗ്രേവിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മുട്ട ചേർത്ത് കൊടുത്തു. മുട്ട റോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് പ്രത്യേകം ഞാനത് കാണിക്കാതിരുന്നത് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രമാണ് അടച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തുറന്നു നോക്കിയപ്പോൾ മുട്ടയിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഗ്രേവി ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഗ്രേവി നന്നായിട്ടും തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊന്നും കൂടെ അതൊന്ന് തിളപ്പിച്ചെടുക്കണം.
ഒഴിച്ച് കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാറ് ഇങ്ങനെ കുറച്ചധികം ഇട്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ തിക്കായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ എല്ലാവർക്കും ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ചധികം ഗ്രേവി ഇട്ടേക്കണത്. ഒരു ചോപ്പറിലേക്ക് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, സവാള ഇതെല്ലാം കൂടെ ചേർത്ത് എൻ്റെ കയ്യിൽ ക്യാരറ്റ് തീർന്നു പോയി. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചോപ്പ് എടുക്കാൻ പോവുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. സാലഡിൽ എല്ലാം ഇങ്ങനെ ചോപ്പറിലിടുമ്പോൾ നന്നായിട്ട് അരിഞ്ഞു കിട്ടും. പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ അത്. ആ തൈരിലേക്ക് ഇത് ഞാൻ ഈ പച്ചമുളക്, വെളുത്തുള്ളി അല്ല, പച്ചമുളക്, ഇഞ്ചി, സവാള, മല്ലിയില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഒരു വിസ്കർ വെച്ച് ഇങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, നല്ല അടിപൊളിയാണ്. അധികം പുളിയില്ലാത്തത്. പിന്നെ കുറച്ച് സവാള എടുത്തിട്ട് നേരത്തെ നീക്കി വെച്ച സവാള കാണിച്ചല്ലോ, അത് നീക്കി വെച്ചിട്ട് ഞാൻ ഇതിലേക്കാണ് വെറുതെ ഇവിടെ ഓയിൽ കുറച്ച് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആക്കി എടുക്കുകയാണ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണി അല്ല, നമ്മുടെ ടൊമാറ്റോ റൈസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഞാൻ കറക്റ്റ് പാകത്തിനാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ആ സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യില്ലേ അതുപോലെ. ഇതിപ്പോൾ ഇല്ലെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ചേർക്കില്ല, കർണാടകക്കാർ ഇങ്ങനെയൊന്നും ചേർക്കില്ല. പക്ഷേ ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചേർത്തതാണ്. സവാള വഴറ്റി ചേർത്തു. ഇപ്പം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മുട്ട റോസ്റ്റും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. സാലഡും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇത് ഞാൻ എൻ്റെ മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അച്ചാറുണ്ടെങ്കിലും വളരെ നല്ലതാണ്. പോർക്ക് ഇറച്ചിയുടെ, ബീഫിൻ്റെ കൂടെ, ചിക്കൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെയും സാലഡ് എല്ലാത്തിൻ്റെ കൂടെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റൊക്കെ അറിയിക്കണേ. അടിപൊളിയാണ്. ഇതിലൊന്നും വിട്ടുവീഴ്ചയില്ല, ഒന്നും ചെയ്യാനില്ല. നിങ്ങളെല്ലാ സാധനങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞാൻ ഉറപ്പ് തരുന്നേ. എന്നിട്ട് നിങ്ങളെല്ലാം കഴിച്ച് ഉണ്ടാക്കി നോക്കി കഴിച്ചതിന് ശേഷം കമൻറ്റൊക്കെ ഇടണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനും കമൻറ്റ് ഇടണം. സാലഡ് ഒഴിച്ചൊരു പാത്രത്തിലേക്ക്. ഇതെൻ്റെ മോൾക്ക് കൊടുക്കാനാണ്, അതുകൊണ്ട് ഞാൻ അച്ചാറൊന്നും ചേർക്കണില്ല. അച്ചാർ ഇവിടെ ഉണ്ട്, പക്ഷേ ഞാൻ മോൾക്ക് കൊടുക്കാനായതുകൊണ്ട് ഇതിലേക്ക് അച്ചാറൊന്നും വെക്കണില്ല. അവൾക്ക് ഇഷ്ടമല്ല അച്ചാർ. അപ്പോൾ ഇതൊക്കെയാണ്. കണ്ടോ, മുട്ട റോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഗ്രേവി വേണം. അപ്പോൾ മുട്ട റോസ്റ്റ് അതിലേക്ക് മുട്ടയും അതിൻ്റെ ഗ്രേവിയൊക്കെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബായ്.